ശാസ്ത്രം, സമൂഹം, വിശ്വാസം എന്ന വിഷയത്തിൽ പ്രഭാഷണം നടത്തി. കരുനാഗപ്പള്ളിയിലാണ് സുഹൃത്ത് സംഘം സമ്മോഹനത്തിന്റെ നേതൃത്വത്തിൽ പ്രഭാഷണം സംഘടിപ്പിച്ചത്. സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകനായിരുന്ന എസ് മോഹനന്റെ പേരിൽ രൂപീകരിച്ച സുഹൃത്ത് സംഘം സമ്മോഹനത്തിന്റെ നേതൃത്വത്തിലാണ് പ്രഭാഷണം സംഘടിപ്പിച്ചത്. കരുനാഗപ്പള്ളി ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ അങ്കണത്തിലാണ് പ്രഭാഷണം നടന്നത്. ശാസ്ത്രം, സമൂഹം, വിശ്വാസം എന്ന വിഷയത്തിലായിരുന്നു പ്രഭാഷണം. ഡോക്ടർ വൈശാഖൻ തമ്പി വിഷയാവതരണം നടത്തി. നാഗരികതകൾ ഉണ്ടാക്കി എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന മനുഷ്യർ ഒരു 12,000 വർഷം മുമ്പ് കൃഷി ചെയ്യാൻ തീരുമാനിക്കുന്നിടത്താണ് ഈ വിപ്ലവകരമായിട്ടുള്ള ജീവിതശൈലി മാറ്റം ഉണ്ടാകുന്നത്. നമ്മൾ കൃഷി ചെയ്യുക എന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായിട്ട് ചെടികളെ ഇണക്കി വളർത്തുന്നതാണ്. അതിനു മുമ്പ് തന്നെ നമ്മൾ പട്ടിയൊക്കെ ഇളക്കി വളർത്തിയിട്ടുണ്ട്. മൃഗങ്ങളെ ഇണക്കി വളർത്തിയതിനു ശേഷം നമ്മൾ ചെടികളെ ഇണക്കി വളർത്താൻ തുടങ്ങും. ചെടിയെ ഇണക്കി വളർത്തുമ്പോഴുള്ള പ്രശ്നം, പട്ടി ചലിക്കുന്ന ജീവി ആയതുകൊണ്ട് നമ്മളോടൊപ്പം കൊണ്ടുപോകാം. ചെടി ചലിക്കില്ല, അത് നിൽക്കുന്ന സ്ഥലത്ത് തന്നെ നിൽക്കണം. അപ്പൊ നമ്മൾ അതിനോടൊപ്പം നിൽക്കേണ്ടി വരും. അപ്പൊ നമുക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണ സാധനങ്ങൾ ചെടികളിൽ നിന്നും കണ്ടെത്താൻ വേണ്ടി ചെടികളെ നമ്മൾ വലിയ തോതിൽ ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ അതിനോടൊപ്പം നിൽക്കേണ്ട ആവശ്യമില്ല. അവിടെ നിൽക്കേണ്ടി വരുമ്പോൾ നമുക്ക് സ്ഥിരമായ വാസസ്ഥാനങ്ങൾ ഉണ്ടാക്കേണ്ടി വരും. അതിന്റെ നിലവാരം ഉറപ്പിക്കേണ്ടി വരും. അതാണ് നമ്മൾ ഇന്ന് ഈ കാണുന്ന ആധുനിക ജീവിതശൈലിയിലേക്കുള്ള മാറ്റങ്ങളുടെ പ്രധാനപ്പെട്ട തുടക്കം. അതുകൊണ്ടാണ് നമ്മൾ എഴുതാൻ പഠിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ഫ്രീ ടൈം, ഒഴിവ് സമയം എന്ന് പറയുന്ന ആശയം ഉണ്ടാകും. മറ്റേത് നമ്മൾ വിശപ്പടങ്ങി കഴിഞ്ഞാൽ വിശ്രമിച്ചിട്ട് പിന്നെ വിശക്കുമ്പോൾ വിശപ്പ് തുടങ്ങുന്നതിന് മുമ്പ് അടുത്ത ആഹാരത്തിനുള്ള വഴി അന്വേഷിച്ച് ഇറങ്ങേണ്ടി വരും. ശ്രീകുമാർ അധ്യക്ഷത വഹിച്ചു. PS സാനു അനുസ്മരണ പ്രഭാഷണം നടത്തി. B കൃഷ്ണകുമാർ, രാധാകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി.